ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് SSFനെ കുറിച്ചിട്ടാണ്. അതായത് SSF സാഹിത്യോത്സവ് 4 to 10 തീയതി വരെ നടന്നിരുന്നു. ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചതാണ്. കാരണം ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയുടെ സ്റ്റേജിന്റെ പിന്നിലുള്ള പിന്നാമ്പുറ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. അതുപോലെ തന്നെ SSF കൊടികള് 32 കൊടികൾ തൂക്കിയിരിക്കുന്ന 32 കൊടികൾ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് 32 വർഷത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. ഞാൻ എണ്ണീട്ടാണ് അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. അറിയാത്ത കാര്യം ഞാൻ പബ്ലിക്കിനോട് ചോദിക്കുന്നു. പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളാണ് എൻ്റെ നട്ടല്ലേ. കാരണം എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനൊരു ശരിക്കും ഒരു സുപരിചിതയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം മുഴുവനും ഞാൻ നേരിട്ട് അറിഞ്ഞ ഒരു ദിവസമായിരുന്നു 9-10 എന്ന ഈ 2 ദിവസം. കഴിഞ്ഞ 2 ദിവസവും ശരിക്കും പറഞ്ഞാല് എനിക്ക് കച്ചവടത്തിനുപരി നിങ്ങൾ തന്ന സ്നേഹമാണ് എന്നെ ശരിക്കും പറഞ്ഞാല് എനർജി കൂട്ടിയത്. കാരണം ഒരുപാട് സങ്കടങ്ങളും വേദനകളും യാതനകളും ഒക്കെ ഒരു മനുഷ്യനല്ലേ, അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ പതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് നിങ്ങൾ എല്ലാവരും വന്നത്. നിങ്ങൾ എല്ലാവരും വരികയും നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ജീവിതത്തിനോടൊരു കൗതുകം തോന്നി. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയും എന്നെ ഒരുപാട് ആളുകൾ അറിയുകയും ചെയ്തപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ആ ഒരു നിമിഷം എനിക്ക് തോന്നിയത്. ഇപ്പൊ എനിക്ക് കടയിലേക്ക് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ SSFന്റെ ആ ഒരു സാഹിത്യോത്സവത്തിന്റെ വേദിയൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമം തോന്നുകയാണ്. കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ധനി ചേച്ചി സുഖല്ലേ, എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ എൻ്റെ അടുക്ക് വരുന്നതും ഉണ്ണിയപ്പം കഴിക്കുകയും ചായ കുടിക്കുകയും, ചായ എന്നവർക്ക് വേണ്ട എന്നാലും ആ ചേച്ചി ഒരു 10 രൂപ കൊടുത്തിട്ട് നമ്മൾ വെറുതെ തന്നു എന്നൊരു ചിന്ത ആ ചേച്ചിക്ക് വേണ്ടല്ലോ. അപ്പൊ ആ ചേച്ചിന്റെ കച്ചവടം ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ഓരോ ഉസ്താദുമാരും അതുപോലെ പിന്നെ ആ ഒരു വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനയിലുള്ള മക്കളും ഒക്കെ എന്നെ ചേർത്ത് പിടിച്ചു. അതിന് 1000 നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ ആ മക്കളുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾ വന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഉമ്മ ധനി ചേച്ചിന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ്, ധനി ചേച്ചിനോട് അന്വേഷണം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും തിരിച്ച് അതുപോലെ അറിയിക്കുകയാണ്. ഇവിടെ വന്ന SSF സാഹിത്യോത്സവത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത മക്കൾക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ ഒരുപാട് നന്ദി ഞാൻ വീണ്ടും അറിയിക്കുന്നു. അതേപോലെ എൻ്റെ മകൻ ബദ്രിനാഥ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ നേരിൽ കണ്ടു. അതിൽ പരം ഭാഗ്യം എനിക്ക് എന്താണ് വേണ്ടത്? പിന്നെ ചില ആളുകൾ ചോദിക്കുന്നു SSFനെ കുറിച്ചിട്ട് എനിക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് അനുഭവം എന്നൊക്കെ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത അല്ലെങ്കിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സന്തോഷമായിരുന്നു ഞാൻ ആ ഒരു നിമിഷം അനുഭവിച്ചത്. കച്ചവടത്തിനുപരി കച്ചവടം നടന്നു എന്ന് എല്ലാവരും ചോദിക്കുന്നു. കച്ചവടം നടന്നു, മനസ്സും നിറഞ്ഞു. കാരണം ഇപ്പൊ നാളേക്ക് ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു ഒരു സ്ഥലത്ത് കുറച്ച് പൈസ കൊടുക്കാനുള്ളൊരു അവസ്ഥപ്പെട്ട് കിടക്കായിരുന്നു ഞാൻ. ആ സമയത്താണ് പിന്നെ ഇങ്ങനെ മക്കളെല്ലാരും വന്ന് ധനി ചേച്ചിനെ സഹായിച്ചത്. ഓരോ ഉണ്ണിയപ്പോ ഓരോ ചായയും വെച്ച് കുടിച്ച് എനിക്ക് അവിടേക്ക് കൊടുക്കാനുള്ള പൈസ തികച്ചത് ഈ ഒരു കച്ചവടം കിട്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇല്ലാന്ന് ഞാൻ പറയില്ല. എന്നെ പോലെ ഒരുപാട് ആളുകൾ നാളത്തെ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ ആ ഒരു കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പൈസ അവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരത്തിൽ പെടാനായിരിക്കും അവർ അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ടാവുക. അങ്ങനെ എല്ലാ കച്ചവടക്കാരെയും ചേർത്ത് പിടിച്ച SSFന്റെ മക്കളെ ഞാൻ ബിഗ് സല്യൂട്ട് അടിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഒരു ദിവസമെങ്കിലും ഓരോ കച്ചവടക്കാരന്റെ മനസ്സും വയറും നിറഞ്ഞൊരു ദിവസമായിരിക്കും അത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കച്ചവടം മാത്രമല്ല, എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് അതിഥികൾ വന്നതുപോലെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പൊ ഞാൻ ആ അതിഥികളൊക്കെ സ്വീകരിക്കുകയായിരുന്നു. അവര് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആ ഭാഗത്ത് ആരും ഇല്ലാണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം ഉണ്ടല്ലോ, അതായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പിന്നെ ഉസ്താദിനെ ഞാൻ കണ്ടു. ഉസ്താദിനെ കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ഓടി ഒരു നോക്ക് കണ്ടിട്ടാണ് ഞാൻ വന്നത്. സമാപന ദിവസം അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് മക്കൾക്ക് വേണ്ടി SSF വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അവർ പഠിക്കുന്ന മക്കളാണ്, ഇപ്പോൾ അവർ യുവാക്കളാണ്. അപ്പൊ നാളത്തെ തലമുറകളെ വാർത്തെടുക്കുന്ന ആ ഉസ്താദ്, AP ഉസ്താദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
സാരഥിയാണ്. അദ്ദേഹം ഇങ്ങനെ തലപ്പത്തിരിക്കുമ്പോൾ, എട്ടുപ്പോടെ തലപ്പത്തിരിക്കുമ്പോൾ ഒരു മക്കളും വഴിപിഴച്ച് പോവില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇന്നലെ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടത്. എനിക്ക് അങ്ങനെയുള്ള ഒരു സംഘടന, അതിനെ കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത്. അങ്ങനെയുള്ള മക്കളെയാണ് നമുക്ക് ഈ സമൂഹത്തിന് ആവശ്യം. അല്ലാതെ ഒരു സമൂഹത്തെ മാത്രം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മാത്രം ഞാൻ ഇങ്ങനെ ഒരുപാട് എന്താ പറയാ അവരെ പൊക്കി സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അത് നേരിട്ട് കണ്ട് അനുഭവിക്കുന്നവർക്കേ സംസാരിക്കാൻ കഴിയുള്ളൂ. ഇന്ന് ഞാൻ നോക്കൂ, എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനൊരു പേപ്പറിൽ എഴുതി വെക്കും. പക്ഷെ ഇപ്പൊ ഞാൻ അതൊന്നും എഴുതി വെക്കാതെയാണ് സംസാരിക്കുന്നത്. കാരണം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നാവിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഒരു സമൂഹത്തെ ഒരു മയക്കുമരുന്നിനോ, അല്ലെങ്കിൽ ഒരു കത്തിക്കുത്തി കേസിനോ, അല്ലെങ്കിൽ ഒരു പെണ്ണ് പിടിക്കാനോ, ഒരു മയക്കുമരുന്നിനോ, അല്ലെങ്കിൽ സ്വന്തം അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്ത മക്കളെ ഒന്നും അല്ല ഇവിടെ വാർത്തെടുത്തിരിക്കുന്നത്. നാളത്തെ MP യെയും, നാളത്തെ IAS IPS, അതുപോലെ നാളത്തെ ഭരിക്കാൻ, നമ്മളെയൊക്കെ നല്ല രീതിയിൽ ഭരിക്കാനുള്ള മക്കള് ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വളർന്നു വരണം എന്നാണ് ഉസ്താദ് പറയുന്നത്. ഇത്രയും പ്രായമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് ഞാൻ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ വേഗം വന്നിരുന്നു. ഇപ്പൊ ഒന്നും എനിക്ക് വരാൻ സാധിക്കുന്നില്ല, എനിക്ക് അത്രയും വയ്യ. എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി, SSFന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് വന്നതെന്ന് പറയുമ്പോൾ ആ ഒരു SSFന്റെ ആ ഒരു സംഘടനയും അതുപോലെ SSFന്റെ സാഹിത്യോത്സവ് എത്രത്തോളം ഹൈലൈറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് മൊത്തം എനിക്ക് അവിടുത്തെ പരിപാടികളൊന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അന്ന് ഫുള്ളും തിരക്കായിരുന്നു. ഇല്ല ഞാൻ പറയില്ല. അൽഹംദുലില്ലാ, എനിക്ക് കുഴപ്പമില്ലാത്ത ഒരു കച്ചവടം എനിക്ക് അന്ന് അവിടെ നിന്ന് കിട്ടി. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി അറിയിക്കണം. ഒപ്പം തന്നെ SSFന്റെ മക്കളോടും അതുപോലെ അവരുടെ കുടുംബത്തിനോടും ഒക്കെ, അതുപോലെ സംഘാടകരോടും ഒക്കെ 1000 നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു SSFന്റെ ആ ഒരു സംഘടനയെ ഇത്രത്തോളം ഞാൻ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇനി SSFനെ കുറിച്ചിട്ടല്ല ഞാൻ വർണ്ണിക്കുന്നത്, എൻ്റെ കടയിൽ വന്ന മക്കളെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അവര് കടയിൽ വന്നിട്ട് ചേച്ചി ചായ, ഉണ്ണിയപ്പമാണ് നമ്മുടെ കടയിലുള്ളത്, ഉച്ചയ്ക്ക് ഊണ്. അപ്പോ കടയിൽ ഇരുന്നിട്ട് അപ്പപ്പ വെക്കുന്ന ചായയാണ്. അപ്പൊ ചായ വെക്കുമ്പോൾ എത്ര സമയം എടുക്കും നിങ്ങൾ അറിയോ? അതൊന്നും ഒരു വിഷയമല്ല. ആ ചായ തിളച്ച് എന്നിട്ടാണ് കുടിക്കുന്നത്. എന്നിട്ട് ചില ആളുകൾ 1ഉം 2ഉം ചായ കുടിക്കുകയാണ്. ഒരു ചായ കുടിച്ചു, ചേച്ചി ഒരു ചായയും കൂടെ തരി. ഒരാൾ തന്നെ 2ഉം 3ഉം ചായ കുടിക്കുന്നു. അപ്പൊ അത് സ്നേഹം, അത്രത്തോളം അവർക്ക് എന്നോടുള്ള ഒരു സ്നേഹവും ബഹുമാനവും, അവരുടെ വീട്ടിലെ ആരൊക്കെയോ ആണെന്നുള്ളൊരു രീതിയിലാണ് ആ മക്കളൊക്കെ എന്നോട് പെരുമാറിയത്. ഒരുപാട് കുട്ടികൾ വന്നു, ചേച്ചി കച്ചവടം നന്നായിരിക്കട്ടെ കേട്ടോ, ചേച്ചി നല്ല രീതിയിൽ പോട്ടെ, ചേച്ചി നല്ല രീതിയിൽ വരണം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ഉസ്താദ് പറയുന്ന ഒരു മിനിറ്റിന്റെ വീഡിയോ ഞാൻ ഇതേ ഇവിടെ വെക്കുന്നു. ആദ്യമായി SSFന്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു, പണ്ടത്തെ പോലെ പെട്ടെന്ന് ഓടി വരാൻ ആഫിയത്തില്ലാത്ത ഞാൻ കോഴിക്കോട്ട് നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനിന് വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കാർ മാർഗം വന്നു. ഇനി മടങ്ങിപ്പോകാനും ഷൊർണൂരിലേക്ക് പോകണം. ഇത്രയും അധികം ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നില്ല, എങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ വന്നത് എൻ്റെ ചെറിയ കുട്ടികളെ, SSFന്റെ വിദ്യാർത്ഥികളെ ആലോചിച്ചുകൊണ്ടാണ്. SSF വിദ്യാർത്ഥികൾ എന്ന് പറയുന്നു പഠിക്കുന്നവരായതുകൊണ്ട്. അതേസമയത്ത് അവരെല്ലാവരും യുവാക്കളാണ്. യുവാക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് എല്ലാ തുറകളിലും ഭാവിയിൽ പ്രവർത്തിക്കാനുള്ളവർ നിങ്ങളാണ്. നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും ഭരിക്കേണ്ടവർ നിങ്ങളാണ്. ഇവിടുത്തെ ഖത്തീബുമാരും ഖാദിമാരും ആവേണ്ടവർ നിങ്ങളാണ്. MLA മാരും MP മാരും പ്രസിഡന്റുമാരും ആകേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നല്ല ജീവിതമാക്കി വളർത്തി കൊണ്ടുപോകണം. അതിന് എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾ ചെയ്യുക. അത് എൻ്റെ കുട്ടികളോട്, യുവാക്കളോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.